and welcome back to my channel. Today we are going to discuss on the topic basics of MRI. MRI means magnetic resonance imaging. ഈ ഒരു സെഷൻ തൊട്ട് ഞാൻ എൻ്റെ ടോപ്പിക്സുകളെല്ലാം മലയാളത്തിലും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. എല്ലാ ടേംസിൻ്റെയും മലയാളം എനിക്ക് വലിയ വശമില്ല, എങ്കിലും ഞാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് MRIനെ ബേസ് ചെയ്താണ്. അപ്പോൾ MRIയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്നാണ്. Let us see the history behind MRI. Bloch and Purcell were awarded the Nobel Prize for Physics in 1952 for the discovery of NMR, nuclear magnetic resonance, and it is widely used in assessing complex chemical components. Professor Peter Mansfield was awarded Nobel Prize in 2003 for his discoveries in MRI with Professor Paul C. Luthenberg of USA. ഇനി നമുക്കൊരു ബ്രീഫ് ചരിത്രം നോക്കാം. അതായത് നമ്മളുടെ MRIന് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഈ NMR എന്ന് പറയുന്നത്, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ്. അത് നോബൽ പ്രൈസ് കിട്ടിയ രണ്ട് സയൻറ്റിസ്റ്റുകളാണ് ബ്ലോഷ് ആൻഡ് പെർസ്വെൽ ഇൻ 1952. അതോടൊപ്പം തന്നെ നമ്മളുടെ MRIയിൽ ഒരുപാട് ഡിസ്കവറി MRIയുടെ ഡിസ്കവറി കൊണ്ടുവന്ന സയൻറ്റിസ്റ്റാണ് പ്രൊഫസർ പീറ്റർ മാൻസ്ഫീൽഡ്. അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചു, അതും 2003. Now the introductions of MRI. Magnetic resonance imaging or MRI is an imaging technique used to produce high quality images of the soft tissue of the human body, and it is based on the principle of nuclear magnetic resonance NMR. MRI has advanced beyond a tomographic imaging technique to a volume imaging technique. So MRI is used to obtain high quality images of the soft tissues of the human body. അതായത് നമുക്ക് MRIയിലൂടെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സോഫ്റ്റ് ടിഷ്യൂസിന് നമുക്ക് CT കമ്പയർ ചെയ്യും. CT എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ടോമോഗ്രഫി. അപ്പോൾ കമ്പ്യൂട്ടർ ടോമോഗ്രഫിയിലും MRIയിലും ഒരേ കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അതായത് ക്രോസ് സെക്ഷണൽ അനാറ്റമി ക്രോസ് സെക്ഷൻ ഏതൊരു ഹ്യൂമൻ ബോഡി അതായത് നമ്മുടെ ശരീരത്തിലെ ഏതൊരു ഏരിയയുടെ ഏതൊരു ഭാഗത്തിൻ്റെയും ക്രോസ് സെക്ഷൻ ബൈ, അതായത് ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ ഹ്യൂമൻ ബോഡിയുടെ ഏതൊരു ഭാഗവും അതേപോലെ കട്ട് ചെയ്യുക, അതും തിക്നെസ്സിൽ കട്ട് ചെയ്യാൻ സാധിക്കുന്ന രണ്ട് ഇമേജിംഗ് മൊഡാലിറ്റിയാണ് MRIയും CT. അപ്പോൾ MRI എന്ന് പറയുന്നത് CTയേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മൊഡാലിറ്റിയാണ്. So in MRI we are acquiring high quality soft tissues of our human body, and it is depending upon the principle of nuclear magnetic resonance we will be discussing in the upcoming slide, and it is one of the advanced modality compared with that of CT. Let us see the advantages of MRI. It is non-invasive and lack of radiation exposure. From that you understand that there is no radiation exposure, and ability to produce any tomographic image means we can take sessions of your human body in the three planes. All these three planes we can acquire in MRI, means axial, sagittal and coronal, and all about the body planes I have discussed in the previous sessions, so kindly go through that. And ability to display the blood vessel without using contrast agent, and MRI can produce higher tissue resolution and a lower temporal resolution than CT, which also produce tomographic images.
ഇനി നമുക്ക് MRIയുടെ കുറച്ച് അഡ്വാൻറ്റേജസ് നോക്കാം. അപ്പോൾ ആദ്യത്തെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിനകത്ത് റേഡിയേഷൻ, അതായത് നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻ ഇല്ല. പിന്നെ നമുക്ക് ഏതൊരു ശരീരഭാഗത്തെയും 3 പ്ലെയിൻസിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ആക്സിയൽ, സജൈറ്റൽ ആൻഡ് കൊറോണൽ പ്ലെയിൻ. അതേസമയം CTയിലാണെങ്കിൽ നമുക്ക് ഒരു പ്ലെയിനിൽ മാത്രമേ ക്രോസ് സെക്ഷൻസ് എടുക്കാൻ പറ്റത്തുള്ളൂ. അത് ആക്സിയൽ പ്ലെയിനിലാണ്. അതിപ്പം നമ്മൾ 5 mm തിക്നെസ്സിൽ നമ്മൾ ആക്സിയൽ പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ അതിന് പിന്നീട് നമ്മൾ സജൈറ്റലിലും കൊറോണലിലും റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ്, അതും 3 mm. പിന്നെ നമ്മൾ CTയിലാണെങ്കിൽ നമുക്കൊരു ബ്ലഡ് വെസലിന് എന്തെങ്കിലും പത്തോളജി എന്ന് പറയുന്നൊരു ഡിസീസ് കണ്ടീഷനാണ്, അങ്ങനെ എന്തെങ്കിലും അറിയണമെന്നാണെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന ഒരു മരുന്ന് ഇഞ്ചെക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. പക്ഷെ MRIയിൽ ഈ കോൺട്രാസ്റ്റ് കൊടുക്കാതെ തന്നെ നമുക്ക് ബ്ലഡ് വെസൽസ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ സോഫ്റ്റ് ടിഷ്യൂസിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് നമ്മുടെ MRI തരുന്നതായിരിക്കും, MRI മെഷീനിലൂടെ. അതേസമയം CTയിൽ നമുക്ക് ബോണി ഡീറ്റെയിൽ കിട്ടും, MRIയിൽ ബോണി ഡീറ്റെയിൽസ് കിട്ടില്ല. അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. അത് അടുത്ത സ്ലൈഡിൽ പറയുന്നതായിരിക്കും. Limitations of MRI is long scan time, approximately 30 to 60 minutes. Inability to obtain a signal from bones and calcification. Inability to perform scan when metal implants are present in the body. Internal cardiac pacemaker, steel cerebral aneurysm clips, cochlear implants, stent anywhere in the body. ഇനി നമുക്ക് MRIയുടെ ഒരു ഡിസഡ്വാൻറ്റേജസിലേക്ക് നോക്കാം, അല്ലെങ്കിൽ ലിമിറ്റേഷൻസിലേക്ക് നോക്കാം. MRIക്ക് സ്കാൻ ടൈം വളരെ കൂടുതലാണ്. ഒരു സ്കാനിന് അപ്രോക്സിമേറ്റ്ലി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറോളം എടുക്കും. അതുകൊണ്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു ഇമേജിംഗ് മൊഡാലിറ്റി ആയിട്ട് നമുക്ക് MRIനെ ചൂസ് ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ബോൺസിൽ നിന്നും സിഗ്നൽസ് ലഭിക്കുകയില്ല. അതുകൊണ്ട് ഒരു ബോൺ ഫ്രാക്ചറോ അല്ലെ സ്കൾ ഫ്രാക്ചറോ ഒന്ന് അസസ് ചെയ്യാൻ നമുക്ക് MRIക്ക് പറ്റില്ല. അതെന്തുകൊണ്ടാണ് പറ്റാത്തതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത സെഷനിലോ അല്ലെങ്കിൽ അടുത്ത കമ്മിങ് സ്ലൈഡിൽ നമ്മളത് ഡിസ്കസ് ചെയ്യും. പിന്നെ പേഷ്യൻറ്റിന് സ്കാനിങ്ങിന് വരുന്ന പേഷ്യൻറ്റിന് ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള മെറ്റൽ ഇംപ്ലാന്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്കാനിങ്ങിന് എടുക്കാൻ പറ്റില്ല. കാര്യം ഈ സ്കാനിൻ്റെ പേര് തന്നെ നിങ്ങൾക്കറിയാം, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ആണ്. കാന്തമാകുമ്പോൾ കാന്തത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, എല്ലാത്തിനെയും അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ അതിന് ആ സ്റ്റീലായിട്ടുള്ള ഇതിനെ അട്രാക്റ്റ് ചെയ്യുകയും കോക്ലിയർ ഇംപ്ലാന്റ്, കാർഡിയക് പേസ് മേക്കറൊക്കെ വെച്ചിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അത് നിന്ന് പോകും. പിന്നെ സെറിബ്രൽ അന്യൂറിസം ക്ലിപ്സ് ആണെങ്കിൽ അതിൻ്റെ പൊസിഷൻസ് മാറും. സ്റ്റെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷൻസ് മാറാനും ഉള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. കാര്യം കാന്തം ഏതൊരു സാധനത്തിനെയും അട്രാക്റ്റ് ചെയ്യുന്ന പോലെ ഇതും അട്രാക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പൊസിഷൻസ് ഡിസ്ലൊക്കേറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരം പേഷ്യൻസിന് നമ്മൾ MRIക്ക് വിധേയരാക്കില്ല. Let us see the differences between CT and MRI. CT is faster compared with that of MRI, and in MRI there is no ionizing radiation, while in CT there is ionizing radiation, and the mode of beam used in CT is X-ray, and CT is less expensive compared with that of MRI, but greater details can be acquired in MRI, but more sensitive to patient movement, whereas CT it is less sensitive to patient movement and easier in claustrophobics. Claustrophobic is a condition where the patient can't lie in a tunnel. MRI is somewhat like a tunnel, so such patients can be taken in CT.
And any plane scanning is possible in MRI, means we can take in 3 planes: axial, sagittal and coronal. And in CT we can acquire acute hemorrhage, calcification, bony details and foreign body. But in MRI the contrast is less allergy. The contrast, the medicine which we are giving in MRI is less allergenic compared with that of CT. And no beam hardening artifact. Artifact is an unwanted thing happening in an image, and such artifacts won't be there in MRI. It is an artifact usually seen in CT. അപ്പം നമുക്കിനി CTയുടെയും MRIയുടെ ഡിഫറൻസസ് നോക്കാം. CTയിലാണെങ്കിൽ അയോണൈസിങ് റേഡിയേഷൻ ഉണ്ട്. അതായത് നമ്മളുടെ CTയിൽ എക്സ്റേ ആണ് അയോണൈസിങ് റേഡിയേഷൻ. MRIയിൽ അയോണൈസിങ് റേഡിയേഷൻ ഇല്ല. അവിടെ മാഗ്നറ്റ് ആണ്. എല്ലാം ഇമേജസ് അക്വയർ ചെയ്യാൻ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് മാഗ്നറ്റ് ആണ്. അതുകൊണ്ട് അവിടെ അയോണൈസിങ് റേഡിയേഷൻ ഇല്ല. CT MRI കമ്പയർ ചെയ്യുമ്പോൾ CT കോസ്റ്റ് കുറവാണ്. പിന്നെ എന്നാൽ MRIയിൽ ഗ്രേറ്റർ, ഒരുപാട് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. പക്ഷെ പേഷ്യൻറ്റിൻ്റെ ചെറിയൊരു മൂവ്മെൻറ്റ് പോലും MRIക്ക് നല്ല ഇമേജസ് അക്വയർ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ CT അത്രയും ലെസ് സെൻസിറ്റീവ് ആണ് കമ്പയർഡ് ടു MRI കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ക്ലോസ്ട്രോഫോബിക്സ് ആയ പേഷ്യൻസിന് നമുക്ക് CT ആണ് ഈസിയർ കമ്പയർഡ് വിത്ത് ദാറ്റ് ഓഫ് MRI. ക്ലോസ്ട്രോഫോബിയ എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് വെച്ചാൽ ടണലിൽ കിടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആണ് ക്ലോസ്ട്രോഫോബിക്സ് അല്ലെ ക്ലോസ്ട്രോഫോബിയ എന്ന് പറയുന്നത്. അതേസമയം അക്യൂട്ട് ഹെമറേജ്, കാൽസിഫിക്കേഷൻ, ബോണി ഡീറ്റെയിൽ, ഫോറിൻ ബോഡി എല്ലാം നമുക്ക് CTയിൽ അക്വയർ ചെയ്യും. MRIയിലാണെങ്കിൽ നമുക്ക് ഏത് പ്ലെയിനിൽ ഇമേജസ് എടുക്കാം, 3 പ്ലെയിനിൽ, അതായത് ആക്സിയൽ, സജൈറ്റൽ, കൊറോണൽ പ്ലെയിനിൽ എടുക്കാം. അതേസമയം CTയിലാണെങ്കിൽ നമുക്ക് ആക്സിയൽ പ്ലെയിൻ മാത്രമേ സാധ്യമാകുള്ളൂ. പിന്നെ മറ്റ് 2 പ്ലെയിനിലേക്ക് നമ്മൾ പിന്നെ റീകൺസ്ട്രക്ട് ചെയ്യാണ്. MRIയിൽ കൊടുക്കുന്ന കോൺട്രാസ്റ്റ് ലെസ് അലർജറ്റിക് ആണ് കമ്പയർഡ് വിത്ത് ദാറ്റ് ഓഫ് CT. പിന്നെ നോ ബീം ഹാർഡനിങ്. ബീം ഹാർഡനിങ് എന്ന് പറയുന്ന ആർട്ടിഫാക്റ്റ് അതൊരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ആർട്ടിഫാക്റ്റ് എന്ന് പറയുന്നത് ഒരു അൺവാണ്ടഡ് സംഭവം നമ്മളെ ഇമേജിൽ വരുന്നതിനെയാണ് ആർട്ടിഫാക്റ്റ് എന്ന് പറയുന്നത്. അത് യൂഷ്വലി നമ്മൾ CTയിലാണ് കാണുന്നത്, അത് MRIയിൽ ഉണ്ടാവില്ല. VM magnets? Really? Or are we magnets? Is there any magnets inside our body? നമ്മളുടെ ശരീരത്തിനുള്ളിൽ മാഗ്നറ്റ്സ് ഉണ്ടോ? അല്ലെങ്കിൽ എന്തിൻ്റെ ഫലം കൊണ്ടാണ് ഒരു MR ഇമേജ് ഉണ്ടാകുക? It is a question in front of us. അല്ലേ? നമ്മളുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു ചോദ്യം അതാണ്. Thank you so much for your patient listening. We will be discussing more about MRI, about the MRI physics, the basic physics as well as the MRI physics and what is happening. All those things we will be discussing in the upcoming topic or upcoming session. MRI പറ്റി കൂടുതൽ അതിൻ്റെ ഫിസിക്സും എന്താണ് നടക്കുന്നതെന്നും അതിൻ്റെ സീക്വൻസുകളെ പറ്റിയും എല്ലാം അടുത്ത സെഷൻസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് ടോപ്പിക്. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കിന് വേണ്ടി ക്ഷമയോടുകൂടി കാത്തിരിക്കുക.